യഥോ ധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞത് അർജുനൻ്റെ തീർത്ഥാടനവും ഭാരതദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി സഞ്ചരിച്ച അർജുനൻ അവസാനം ദ്വാരകയിലെത്തുന്നതും ദ്വാരകയിൽ സുഭദ്രയുടെ സൗന്ദര്യത്തെയും സൗശീലത്തെയും കുറിച്ച് ഒരു യാഥവനിൽ നിന്ന് മനസ്സിലാക്കിയ അർജുനൻ സുഭദ്രയെ ഏത് വിധേനയും കല്യാണം കഴിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി സുഭദ്രയെ കാണുന്നതിലേക്ക് വേണ്ടി ഒരു ഭിക്ഷുവേഷത്തിൽ ദ്വാരകാ കൊട്ടാരത്തിന് സമീപത്തെത്തുകയും ഭഗവാൻ കൃഷ്ണൻ്റെ അറിവോടുകൂടിയും കൃഷ്ണജ്യേഷ്ഠനായ ബലരാമൻ്റെ അറിയാതെയുള്ള അനുഗ്രഹത്തോടുകൂടിയും കൊട്ടാരത്തിൽ അതിഥിയായി താമസിക്കുന്ന അർജുനന് നിത്യവും ഭക്ഷണപാനീയങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ചുമതല സുഭദ്രയെയും തോഴിമാരെയും ഏൽപ്പിക്കുകയും കൃത്യമായി അത് നിർവഹിച്ചിരുന്ന സുഭദ്ര ഒരു നാളിൽ ഭിക്ഷുവേഷത്തിൽ തൻ്റെ മുന്നിലിരിക്കുന്നത് താൻ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അർജുനാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ പ്രേമഭാജനമായ അർജുനനെ മുന്നിൽ കണ്ട വ്യഗ്രതയിൽ അവിടെ കൂടുതൽ സമയം നിൽക്കാൻ ഉള്ള ധൈര്യമില്ലാതെ സ്വന്തം കിടക്കറയിലേക്ക് ഓടിപ്പോകുന്ന സുഭദ്രയെ അവളുടെ സ്വപ്നങ്ങൾ സാഫല്യമാകും എന്ന് അവളുടെ മനസ്സ് അറിയാവുന്ന ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഭാര്യയായ സത്യഭാമയെ അറിയിക്കുകയും സത്യഭാമ ഈ വിവരം വന്ന് സുഭദ്രയെ അറിയിക്കുന്നതുമായ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. തുടർന്ന് ഭഗവാൻ കൃഷ്ണന് തൻ്റെ സഹോദരിയായ സുഭദ്രയെ അർജുനന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. കാരണം സുഭദ്ര അർജുനന് ലഭിക്കേണ്ടവളാണ് എന്ന സത്യം കൃഷ്ണന് അല്ലാതെ മറ്റാർക്കാണ് അറിയാവുന്നത്. എന്നാൽ ജ്യേഷ്ഠനായ ബലരാമൻ സുഭദ്രയെ ദുര്യോധനന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നറിയാവുന്ന കൃഷ്ണൻ ജ്യേഷ്ഠനോട് ഒരു വാഗ്വാദം വേണ്ട എന്നതിനാൽ ജ്യേഷ്ഠനായ ബലരാമൻ അറിയാതെ സുഭദ്രയെ അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയും അതിലേക്കൊരു അവസരം ലഭിക്കാൻ നോക്കിയിരിക്കുമ്പോൾ ദ്വാരകയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള അന്തർദ്വീപിൽ വർഷാവർഷം നടക്കുന്ന ഉമാ മഹേശ്വര പൂജ നടക്കുകയും ആ പൂജയോടനുബന്ധിച്ച് 34 ദിവസത്തെ ഉത്സവം എല്ലാ വർഷവും നടക്കുന്നത് ആ വർഷവും തുടങ്ങുകയും അതിലേക്ക് വേണ്ടി ദ്വാരകാ കൊട്ടാരത്തിൽ നിന്ന് എല്ലാ വർഷവും പ്രതിനിധികൾ അവിടെ എത്തുന്ന പതിവുള്ളതിനാൽ ആ വർഷം ബലരാമനും കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ഉറ്റത്തോഴനായ ഉദ്ധവനും അവിടെ നിന്ന് അന്തർദ്വീപിലേക്ക് പോവുകയും ഈ സമയത്ത് നല്ല ഒരു മുഹൂർത്തം നോക്കി അതീവ രഹസ്യമായി തന്നെ കൃഷ്ണൻ അർജുനൻ്റെയും സുഭദ്രയുടെയും വിവാഹം നടത്തുകയും അതിനുശേഷം അർജുനനെയും സുഭദ്രയെയും ഇങ്ങനെ ഉപദേശിക്കുകയും ചെയ്തു. അർജുന, നീ എൻ്റെ ജ്യേഷ്ഠനായ ബലരാമൻ അറിയാതെ തന്നെ നിനക്ക് ഞാൻ വേളി കഴിച്ചു തരുന്ന എൻ്റെ സഹോദരിയെയും കൊണ്ട് ഇന്നേക്ക് 22 നാളുകൾ കഴിയുമ്പോൾ നിൻ്റെ തീർത്ഥാടന കാലയളവ് പൂർത്തിയാവും. ആ ദിവസം തന്നെ നിനക്ക് ഇവിടെ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് സുഭദ്രയും കൂട്ടി യാത്രയാകാം. ജ്യേഷ്ഠൻ ഇവിടെയില്ല, ജ്യേഷ്ഠൻ ഉത്സവത്തിന് പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. ഉത്സവം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ജ്യേഷ്ഠൻ ഉടൻ തന്നെ ഹസ്തനപുരി കൊട്ടാരത്തിൽ സുഭദ്രയുമായുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലേക്ക് വേണ്ടി ധൃതരാഷ്ട്ര കാണുന്നതിലേക്ക് വേണ്ടി പോകുന്നതാണ്. ആ സമയം നിനക്ക് ഇവിടുന്ന് പുറപ്പെടാം എന്നറിയിക്കുകയും അങ്ങനെ കൃഷ്ണൻ്റെ നിശ്ചയപ്രകാരം തന്നെ ഉത്സവം കഴിഞ്ഞ് കൊട്ടാരത്തിൽ ദ്വാരകാ കൊട്ടാരത്തിലെത്തിയ ബലരാമനും ഉദ്ധവനും അങ്ങ് ഹസ്തനപുരി കൊട്ടാരത്തിലേക്ക് ധൃതരാഷ്ട്രരെ കണ്ട് സുഭദ്രയുടെ വിവാഹം ദുര്യോധനുമായി നടത്തുന്നതിനെക്കുറിച്ച് സംഭാഷണം നടത്തുന്നതിലേക്ക് വേണ്ടി പോവുകയും ഈ സമയം തന്നെ അർജുനൻ്റെ തീർത്ഥാടന കാലയളവ് പൂർത്തിയാവുന്ന അതേ ദിവസം അവർക്ക് അവിടെ നിന്ന് യാത്ര ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു രഥം തയ്യാറാക്കി കൃഷ്ണൻ അവരുടെ മുന്നിലെത്തിക്കുകയും ചെയ്തു. അർജുനനും സുഭദ്രയും
അവിടെ നിന്ന് യാത്ര ചെയ്യുന്നതിലേക്ക് വേണ്ടി രഥത്തിലേറുന്ന സമയത്ത് അർജുനൻ സുഭദ്രയോടായി പറഞ്ഞു, ഏ പ്രിയതമേ, നമ്മൾ ഇവിടുന്ന് യാത്രയാകുന്നത് രഹസ്യമായി ആയിരിക്കരുത്. ഈ എല്ലാ ആൾക്കാരും കണ്ടു തന്നെ നമുക്ക് ഇവിടുന്ന് പോകേണ്ടതാണ്. ആയതിനാൽ ഈ രഥം തെളിക്കേണ്ട ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ സുഭദ്ര, എനിക്ക് തേർ തെളിക്കുന്നതിനും യുദ്ധം ചെയ്യുന്നതിനും എൻ്റെ ഇളയ ജ്യേഷ്ഠൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. വളരെ സമർത്ഥമായ രീതിയിൽ ഞാൻ തേർ തെളിച്ചുകൊള്ളാം. അങ്ങ് പുറകിൽ കയറിക്കൊള്ളുക എന്ന് പറയുകയും രണ്ടുപേരും പടച്ചട്ടയണിഞ്ഞ് ആ രഥത്തിലേറി അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. കൊട്ടാരത്തിന് പുറത്ത് എത്തിയ അവരെ ദ്വാരപാലകർ തടയുകയും നിമിഷം കൊണ്ട് തന്നെ അർജുനൻ അവരെ തോൽപ്പിച്ച് മുന്നേറുകയും ആ കാവൽക്കാരുടെ വിളി കേട്ട് യാദവപ്പട അർജുനൻ്റെ പിറകെ വരികയും അവരെയൊക്കെ നേരിടുന്നതിലേക്ക് വേണ്ടി പുറകിലിരിക്കുന്ന അർജുനന് ഒരു അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. നിമിഷങ്ങൾ കൊണ്ട് തന്നെ യാദവപ്പടയെ തോൽപ്പിച്ചു വിടുകയും സുഭദ്രയും അർജുനനും അങ്ങനെ ഇന്ദ്രപ്രസ്ഥം ലക്ഷ്യമാക്കി യാത്രയാവുകയും ചെയ്തു. അവർ അവിടെ നിന്ന് യാത്ര ചെയ്ത് രൈവവത പർവ്വതത്തിന് താഴ്വരയിലെത്തിയ സമയത്ത് അവിടെ ഇന്ദ്രദത്തമായ ശ്രീകൃഷ്ണൻ്റെ രഥം പാർക്ക് ചെയ്യുന്നത് അവർ കണ്ടു. അവിടെ ഇതുവരെ അവർ യാത്ര ചെയ്ത രഥം അങ്ങ് ഇന്ദ്രപ്രസ്ഥം വരെ യാത്ര ചെയ്യുന്നതിലേക്ക് വേണ്ടി യോഗ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ തനിക്ക് ദേവദത്തമായി ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച ഈ രഥത്തെ രൈവത പർവ്വതത്തിൻ്റെ താഴ്വരയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. അർജുനനും സുഭദ്രയും അവർ യാത്ര ചെയ്തിരുന്ന രഥത്തിൽ നിന്നിറങ്ങി ദേവരഥമായ ഈ രഥത്തിലേറി അവർ അങ്ങനെ ഇന്ദ്രപ്രസ്ഥം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അനേകം രാജ്യങ്ങൾ, അതായത് കേകേയവും ആവന്തിയും സാലവും നിഷേധവും ദേവപദവും ഒക്കെ താണ്ടി അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലെത്തുകയും ഇന്ദ്രപ്രസ്ഥം പട്ടണത്തിന് സമീപത്തെത്തിയ അർജുനൻ താനെത്തിയ വിവരം കൊട്ടാരത്തിൽ അറിയാത്തതിനാൽ അർജുനൻ കൊട്ടാരത്തിലേക്ക് പോകാതെ ആദ്യം സുഭദ്രയെ മാത്രം കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുകയും കൊട്ടാരത്തിലെത്തപ്പെട്ട സുഭദ്ര ആദ്യം തൻ്റെ അച്ഛൻ പെങ്ങളായ കുന്തിദേവിയുടെ അടുത്ത് എത്തുകയും കുന്തിദേവിയെ കണ്ട ഉടനെ കാൽക്കൽ പ്രണമിച്ച് ശേഷം ഒരു കന്യയായ സുന്ദരി പെൺകുട്ടി തൻ്റെ കാൽക്കൽ വീഴുന്നു. അവൾ ആരാണെന്ന് മനസ്സിലാകാതെ പിടിച്ച് എണീപ്പിച്ച കുന്തിദേവി അത്ഭുതപരമായി അവളെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾക്കത് മനസ്സിലാവുകയും അവൾ ഇപ്രകാരം തിരിച്ചു പറയുകയും ചെയ്യൂ, ഏ അച്ഛൻ പെങ്ങളെ, അവിടത്തേക്ക് എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? ഞാൻ അവിടുത്തെ സഹോദരനായ വസുദേവരുടെ പുത്രി സുഭദ്രയാണ്. ഇത് കേട്ടപ്പോൾ അതീവ സന്തോഷവും അതിലേറെ ഉത്കണ്ഠയോടുകൂടി സുഭദ്രയെ ഗാഠം പുണർന്ന് മൂർധാവിൽ ചുംബിച്ച കുന്തിദേവി ഇങ്ങനെ ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തി? നീ ഇത്രയും ദൂരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരികയാണോ എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ സുഭദ്ര അല്പകുണ്ഠിതത്തോടു കൂടിയാണെങ്കിലും അവിടെ കൊട്ടാരത്തിൽ നടന്ന സർവ്വ വിവരങ്ങളും കുന്തിദേവിയെ ധരിപ്പിക്കുകയും ഇവയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ കുന്തിദേവി കൂടുതൽ സന്തോഷവതിയാവുകയാണ് ചെയ്തത്. കാരണം തൻ്റെ പ്രിയ സഹോദരൻ്റെ പുത്രിയായ സുഭദ്ര ഇപ്പോൾ തൻ്റെ മരുമകളുമായിരിക്കുന്നു എന്ന വാർത്ത കുന്തിദേവിക്കുണ്ടാകിയ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഈ സമയം കൊട്ടാരത്തിൽ അർജുനൻ തീർത്ഥാടനം പൂർത്തിയാക്കി എത്തിയ വിവരമറിഞ്ഞ് യുധിഷ്ഠിരൻ ചതുരംഗപ്പടയോടുകൂടി നകുല സഹദേവന്മാരെ അയച്ച് വീരോചിതമായി അർജുനനെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തിക്കുകയും കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞ അർജുനൻ ജ്യേഷ്ഠന്മാരായ ധർമ്മപുത്രരെയും ശ്രീമനെയും യഥോചിതം വണങ്ങിയതിനു ശേഷം മാതാവിൻ്റെ അടുത്തെത്തുകയും
കുന്തിദേവിയുടെ കാൽക്കൽ പ്രണമിച്ച് എണീറ്റ അർജുനനെ ഗാഠം പുണർന്ന് മൂർധാവിൽ ചുംബിച്ചതിന് ശേഷം, അർജുന, ഈ സുഭദ്രയെ നീ വേലി കഴിക്കുന്ന വിവരം നേരത്തെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിക്കുകയും എന്നാൽ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അമ്മയ്ക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷം അർജുനൻ സുഭദ്രയോടായി ചോദിച്ചു, നീ നിൻ്റെ ജ്യേഷ്ഠത്തി അമ്മയെ കണ്ടോ എന്ന്. ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയായിരുന്ന സുഭദ്രയുടെ അടുത്ത് നിന്ന് അർജുനൻ നൂരെ ദ്രൗപദിയുടെ അടുത്തേക്ക് പോവുകയും അർജുനൻ 12 വർഷത്തെ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ സന്തോഷത്തെക്കാൾ ഉപരി എന്തോ പരിഭവം ഉണ്ട് എന്ന് അവളുടെ മുഖത്തു നിന്ന് തന്നെ മനസ്സിലാക്കിയ അർജുനൻ സ്നേഹവാത്സല്യത്തോടുകൂടി കവിളിൽ തലോടിക്കൊണ്ട്, എന്തിന് നീ പരിഭവിക്കുന്നു? സുഭദ്രയുമായി ഞാൻ എത്തിയത് കൊണ്ടാണോ? ആ സുഭദ്ര നിൻ്റെ ഇഷ്ട ആരാധനാമൂർത്തിയായ ഭഗവാൻ കൃഷ്ണൻ്റെ സഹോദരിയല്ലേ? അവൾ എന്നും നിൻ്റെ ആജ്ഞാനുവർത്തിയായിരിക്കും. നീ ഒരു കാരണവശാലും ഉത്കണ്ഠപ്പെടേണ്ടതില്ല. എന്നും പാണ്ഡവരുടെ പട്ടമകക്ഷി പാഞ്ചാലി തന്നെയാണ്, അതിന് സംശയം വേണ്ട എന്ന് അർജുനൻ പാഞ്ചാലിക്ക് ഉറപ്പ് കൊടുക്കുകയും ഈ സമയം അത്രയുമായപ്പോൾ സുഭദ്ര അവരുടെ മുന്നിലെത്തുകയും പാഞ്ചാലിയുടെ കാൽക്കൽ സുഭദ്ര പ്രണമിച്ചുകൊണ്ട്, അല്ലയോ ജ്യേഷ്ഠത്തി അമ്മേ, ഞാൻ എന്നും അമ്മയുടെ തോഴിയായിരിക്കും എന്ന് പറയുകയും ഇത് കേട്ടുകഴിഞ്ഞ പാഞ്ചാലി സുഭദ്രയെ പിടിച്ചെണ്ണീൽപ്പിക്കുകയും ഗാഠം പുണരുകയും മൂർധാവിൽ ചുംബിക്കുകയും ചെയ്ത് അവർ സ്നേഹ ഐക്യത്തോടുകൂടി നിൽക്കുകയും ചെയ്തു. ഈ സമയം കഴിഞ്ഞപ്പോൾ അങ്ങ് ദ്വാരക കൊട്ടാരത്തിൽ ബലരാമൻ ഹസ്തിനപുരിയിൽ നിന്ന് തിരിച്ചെത്തുകയും ഹസ്തിനപുരിയിൽ നിന്ന് തിരിച്ചെത്തിയ ബലരാമനും ഉദ്ധവനും തൻ്റെ കൊട്ടാരത്തിൽ ഭിക്ഷുവേഷത്തിൽ കടന്നുകൂടിയത് അർജുനായിരുന്നുവെന്നും ആ അർജുനൻ തൻ്റെ പെങ്ങളായ സുഭദ്രയെ കടത്തിക്കൊണ്ടുപോയി എന്നും അറിയുകയും ഇത് കേട്ട് അതീവ കോപിഷ്ഠനായ ബലരാമൻ അവിടെ ഈ വിധത്തിൽ അട്ടഹസിക്കുകയും ചെയ്തു. ഇല്ല, ഇത് ഞാൻ പൊറുക്കില്ല, ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ഇനി ഞാൻ അർജുനനെ മാത്രമല്ല പാണ്ഡവരെ മൊത്തവും നിഗ്രഹിക്കുന്നതാണ്, ഇന്ദ്രപ്രസ്ഥ കൊട്ടാരം തന്നെ നശിപ്പിക്കുന്നതാണ്. എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല. ഞാനിനി എങ്ങനെ ധൃതരാഷ്ട്രനോട് മിണ്ടും, എങ്ങനെ ദുര്യോധനൻ്റെ മുഖത്ത് നോക്കും എന്നൊക്കെ കോപം കൊണ്ട് അലറുകയായിരുന്ന ബലരാമൻ എന്നിട്ട് കൃഷ്ണനോടായി ചോദിച്ചു, കൃഷ്ണ, നീ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? എൻ്റെ ഈ വ്യഥയ്ക്ക് നീ മറുപടി പറയൂ. നീ ഇവിടെ ഉള്ളപ്പോഴാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ കൃഷ്ണൻ, ജ്യേഷ്ഠ, അങ്ങ് സമാധാനിച്ചാലും ഞാനിതിനെല്ലാറ്റിനും പരിഹാരം കണ്ടെത്താം, ഞാൻ എല്ലാറ്റിനും പരിഹാരം പറയാം, അങ്ങൊന്ന് ക്ഷമാശീലനായാലും എന്ന് പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ ഈ വിധത്തിൽ സംസാരിച്ചു തുടങ്ങി. അങ്ങ് എന്താണ് ഈ പറയുന്നത്? വീരയോദ്ധാക്കളായ ക്ഷത്രിയന്മാർക്ക് കന്യകാ അപകരണം വിധിച്ചിട്ടുള്ള വിവാഹങ്ങളിൽപ്പെട്ട പ്രധാന കാര്യമാണല്ലോ. മാത്രവുമല്ല, അർജുനൻ നമ്മളുടെ അച്ഛൻ്റെ പെങ്ങളുടെ പുത്രനല്ലേ? അവൻ അവകാശപ്പെട്ടത് തന്നെയാണല്ലോ സുഭദ്ര. സുഭദ്രയ്ക്കാണെങ്കിൽ അർജുനൻ എന്നാൽ ജീവനുമായിരുന്നു. അർജുനനെ മനസ്സാൽ ആരാധിച്ചിരുന്ന സുഭദ്രയെ ആണ് അർജുനൻ അപഹരിച്ചു കൊണ്ടുപോയത്. നിർബന്ധത്താൽ അവൾക്ക് ഇഷ്ടമില്ലാതെ കടത്തിക്കൊണ്ടുപോയതല്ല. മാത്രവുമല്ല, പ്രസിദ്ധനായ ധർമ്മിഷ്ഠനായ ധർമ്മപുത്രരുടെ അനുജനല്ലേ അർജുനൻ. ഈ ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായ ബലവാനായ ഭീമസേനൻ്റെ അനുജനല്ലേ അർജുനൻ. മാത്രവുമല്ല, പുരുവംശത്തിൽ പിറന്ന അർജുനൻ ശന്തനു മഹാരാജാവിൻ്റെ പരമ്പരയായ ചെറുമുഖനുമല്ലേ. ഇവയൊന്നും അല്ലെങ്കിലും ഇന്ന് അർജുനനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വില്ലാളി ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടോ? അവയ്ക്കൊക്കെയും പുറകെ ഇന്നും യുവാവും സുന്ദരനുമായ അർജുനൻ നമുക്ക് നമ്മുടെ ബന്ധുവിൽ നിന്ന് വീണ്ടും ബന്ധുവായ അർജുനൻ നമ്മുടെ പെങ്ങളുടെ ഭർത്താവായി തീർന്നതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്?
ഇതിൽ എന്ത് അപമാനമാണ് അങ്ങേക്കുണ്ടാവാനിരിക്കുന്നത്? ഇനി ഞാൻ ഒന്നുകൂടെ അങ്ങയോട് ചോദിച്ചു കൊള്ളട്ടെ, അങ്ങ് ഈ പറഞ്ഞത് പ്രകാരം ഇന്ദ്രപ്രസ്ഥം കൊട്ടാരത്തിന് ഏതെങ്കിലും രീതിയിൽ ദോഷമുണ്ടാക്കിയാൽ, അർജുനൻ ഏതെങ്കിലും രീതിയിൽ ദോഷം അങ്ങ് ചെയ്താൽ അതിലേറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് സുഭദ്രയായിരിക്കില്ലേ? അങ്ങ് ഏറ്റവും സ്നേഹിക്കുന്ന അങ്ങയുടെ പ്രിയ സഹോദരി ദുഃഖിക്കുന്നത് കാണാൻ അങ്ങേക്ക് ഇഷ്ടമുള്ളതാണോ? പിന്നെ എന്തിനാണ് അങ്ങ് ഈ വിധത്തിലെല്ലാം ചിന്തിക്കുന്നത്? ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ വാസ്തവമാണോ എന്നങ്ങ് ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. ഇങ്ങനെ സ്നേഹമസൃണമായ ഭഗവാൻ കൃഷ്ണൻ്റെ ഉപദേശം കേട്ട് ജ്യേഷ്ഠൻ അറിയാതെ സാന്ത്വനാവുകയും അവസാനം ബലരാമൻ തന്നെ കൃഷ്ണനോട് പറഞ്ഞു, നമുക്ക് സ്നേഹമായി ഏതാനും ഉപകാരങ്ങളുമായി അങ്ങ് ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിൽ പോകണം. പെങ്ങൾ സുഭദ്രയെയും അർജുനനെയും പാണ്ഡവരെയും നമുക്ക് കാണണം എന്ന്. അങ്ങനെ ബലരാമൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ബലരാമനും കൃഷ്ണനും ദ്വാരകയിലെ യാദവർ പ്രമുഖന്മാരുമായി അത്യാവശ്യം വേണ്ടുന്ന എല്ലാ വിലപിടിപ്പുള്ള ഉപഹാരങ്ങളും കൂട്ടി ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിക്കുകയും ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിലെത്തിയ കൃഷ്ണനെയും ബലരാമനെയും യാദവരെയും വളരെ ആദരപൂർവം ചതുരംഗപ്പടയോടുകൂടി നകുല സഹദേവന്മാരെ അയച്ച് സ്വീകരിപ്പിക്കുകയും അങ്ങനെ ഇന്ദ്രപ്രസ്ഥ പട്ടണത്തിലേക്ക് പ്രവേശിച്ച കൃഷ്ണനെയും ബലരാമനെയും കാണുന്നതിലേക്ക് വേണ്ടി ആകാലവൃത്തം ജനങ്ങൾ കൂടുകയും അവരെല്ലാവരും സന്തോഷിച്ച് ആഘോഷിച്ച് ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ എത്തിയ കൃഷ്ണനും ബലരാമനും കൂട്ടരും ദിവസങ്ങളോളം സന്തോഷമായി ആ കൊട്ടാരത്തിൽ കഴിയുകയും അവർ കൊണ്ടുവന്ന ഉപഹാരങ്ങളെല്ലാം അർജുനനും സുഭദ്രയ്ക്കും കൊടുക്കുകയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബലരാമനും യാദവരും ദ്വാരകയിലേക്ക് തിരിച്ചു പോവുകയും എന്നാൽ കൃഷ്ണൻ കുറച്ചു നാൾ കൂടെ താൻ ഈ ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിൽ കഴിയുന്നു എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയും ചെയ്തു. ഒഴിവുള്ള സമയങ്ങളിലെല്ലാം കൃഷ്ണനും അർജുനനും അങ്ങ് വനാന്തരങ്ങളിൽ വേട്ടയാടിയും പാണ്ഡവരോടൊപ്പം കൃഷ്ണൻ വിനോദങ്ങളിലേർപ്പെട്ടും അങ്ങനെ കഴിഞ്ഞുകൂടി. വീണ്ടും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കടന്നുപോയി. സുഭദ്ര അതിമനോഹരമായ ഒരു ഉണ്ണിക്ക് ജന്മം നൽകി. ആ ഉണ്ണിക്ക് അഭിമന്യു എന്ന് നാമകരണം ചെയ്തു. ഈ സമയം ഒക്കെ കഴിഞ്ഞപ്പോൾ പാഞ്ചാലി, അതായത് ദ്രൗപദി, ഓരോ വർഷങ്ങൾ ഓരോ ഉണ്ണികളായി 5 ഉണ്ണികൾക്ക് ജന്മം നൽകുകയും പാണ്ഡവർ 5 പേരുടെയും പുത്രന്മാരായി 5 പേർ 5 വർഷങ്ങളിലായി ജനിക്കുകയും ഓരോരുത്തർക്കും യഥോചിതം പ്രതിവിന്ധ്യൻ, സുതസോമൻ, സുതകർമാവ്, സദാനികേതൻ, ശ്രുതസേനൻ എന്നിവ നാമകരണം ചെയ്യുകയും ഈ 6 ഉണ്ണികളും വളരെ സന്തോഷമായി ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിൽ എല്ലാവരുടെയും പരിലാളനയിൽ വളർന്നു പോവുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് മഹാഭാരത കഥയിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അർജുനന് ഗാന്ധീവം എന്ന വില്ല് ലഭിക്കുന്നതും കൃഷ്ണൻ്റെ അതിശ്രേഷ്ഠമായ ചക്രായുധം കൃഷ്ണൻ്റെ കയ്യിലെത്തുന്നതുമായ ഭാഗം അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കാം. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.